ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങുവാണ്. എനിക്ക് ചെറിയൊരു ജലദോഷത്തിന്റെ സിംറ്റംസ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര തൊണ്ടവേദന ഉണ്ട്. ഇന്നലെ നിങ്ങള് 9 മണിയായപ്പോ കൂർക്കം വലിച്ചു കിടന്നു. ഞാൻ എത്ര നേരം ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ടാ കിടന്നേന്ന് അറിയാമോ? ഇവിടെ ആണെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല കുടിക്കാൻ. ഞാൻ കൊറേ പറഞ്ഞു വെള്ളം വാങ്ങിച്ചതാന്ന്. എവിടെന്ന് നല്ല കൂർക്കം. അപ്പൊ ഇതാണ് ഗൈസ് ഇന്നത്തെ എന്റെ കോസ്റ്റ്യൂം. ചെരുപ്പാണ് ഇന്ന്, കാരണം കുറേ നടക്കണം. അതുകൊണ്ട് ഷൂ റിസ്ക് ആണ്. ഷൂ നല്ല വേദന എടുക്കും കാലും. അതുകൊണ്ട് ഞാൻ അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, ഇന്ന് തൊപ്പിയൊക്കെ ഉണ്ട്. അത് വെയില് കൊള്ളാതിരിക്കാനുള്ള സേഫ്റ്റിക്ക്. പക്ഷെ ഞാൻ ഇന്നലെ ഇറങ്ങിട്ട് എവിടുന്ന് ഞാൻ വെയില് കൊണ്ടില്ല. ഗൈസ് ബാഗ് ഇടട്ടെ. സെറ്റായി, ഫുൾ കോസ്റ്റ്യൂം സെറ്റ്. ഇനി ഞങ്ങള് പോട്ടെ. മതി, എത്ര നേരമായി ഇത് കെട്ടുന്നത്? വേണ്ട ഷിനാജ്, ഇത്ര സമയമായിരുന്നു. തണുപ്പ് കാണും. 10 മണിയായി, ഞങ്ങളൊന്നും കഴിച്ചില്ല. വിശന്നിട്ട് വയ്യ. നല്ലൊരു ചൂട് കോഫി കുടിച്ചാൽ തൊണ്ടവേദന മാറും. എന്ത് ഈ കലപില സമ്മതിക്കത്തില്ല. ഈ അതെല്ലാം കൂടെ ബാഗിൽ കൊള്ളത്തില്ല. കുറച്ച് പോക്കറ്റിലും ഇട്. പോക്കറ്റിൽ ഓൾറെഡി സാധനം ഇട്ടു. എന്ത് സാധനം? റോഡ് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോയാലാണ് നമ്മുടെ റൂം. നമ്മൾ ഫുഡ് കഴിക്കാൻ നമ്മുടെ ഹോട്ടലിൽ പോവാണ്. ഞങ്ങൾ നിൽക്കുന്നത് ആശ്രം മെട്രോ സ്റ്റേഷൻ ഗേറ്റ് നമ്പർ 2-ലാണ് കേട്ടോ. അവിടെ ആശ്രം വ്യൂ എന്ന് പറയുന്ന ഹോട്ടലിലായിരുന്നു നമ്മൾ സ്റ്റേ. അതിൻ്റെ തൊട്ടടുത്താണ് ഈ കേരള ഹോട്ടൽ. അപ്പം ഞാനിത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്, കുറേ പേര് ഡൽഹി വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അവർക്ക് അത്രയും യൂസ്ഫുൾ ആകുവാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് വീണ്ടും റിപ്പീറ്റ് അടിച്ച് പറയുന്നത്. ഈ ഒരു സ്ഥലത്ത് നിൽക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് എല്ലായിടത്തും പോകാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇനി ഡൽഹി വന്നിട്ട് എങ്ങോട്ടാണ് പോകേണ്ടത്, എവിടെയാണ് നിൽക്കേണ്ടത്, അങ്ങനെ ഒന്നും അറിയാത്തവരുതേ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഒന്നും അറിയാതെ വന്ന ആൾക്കാരായിരുന്നു ഞങ്ങളുടെ ഈ കസിൻ ബ്രദർ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് വലിയ ഉപകാരമായി. ഞങ്ങൾ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കേണ്ടി വന്നില്ല ഇവിടെ. മൊത്തത്തിലുള്ള ഡൽഹി പാക്കേജും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പുള്ളിക്കാരനും ഉണ്ട് ഒരു കേരള കിച്ചൺ, അവിടെയും ഉണ്ട് നല്ല അടിപൊളി ഫുഡൊക്കെ. ഡൽഹിയിൽ നമ്മൾ ആശ്രം മെട്രോ സ്റ്റേഷനിലാണ് സ്റ്റേ. അപ്പം നല്ല വൃത്തിയിലും നമ്മുടെ നാട്ടിൽ ഫുഡ് കഴിക്കണം എന്നുള്ളവർ ഇവിടെ വന്നാൽ മതി. അപ്പൂസ് ഹോട്ടൽ. ഇത് വാപ്പിയുടെ കസിൻ ബ്രദറിൻ്റെ കടയാണ്. മെനു കാർഡാണ്. ഒതന്റിക് കേരള ഹോട്ടൽ കിച്ചൺ. ഇവിടെ കരിമീൻ, ക്രാബ്, കക്ക, പ്രോൺസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. നത്തോലി. നമ്മൾ പിന്നെ ഉച്ചക്ക് ഒരു മീഡിയം റേറ്റേ ഉള്ളൂ, അത്ര വലിയ റേറ്റ് ഒന്നും ഇല്ല. നമ്മൾ ഉച്ചയ്ക്ക് ഇവിടെ ഉണ്ടാകത്തില്ലല്ലോ കഴിക്കാൻ. രാത്രി വന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് കഴിയും. ഉച്ചയ്ക്ക് ഞങ്ങൾ എന്തെങ്കിലും ജ്യൂസ് കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പുറത്തുനിന്നൊന്നും ഞങ്ങളൊരു സാധനം കഴിക്കുന്നില്ല. ഞങ്ങൾ പോകുന്ന സ്ഥലത്തുനിന്ന് ഇവിടെ വന്ന് കഴിക്കുമ്പോൾ നല്ല ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും വെള്ളം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. കടലക്കറി, ഷിനാജ് പൊറോട്ട, മുട്ടക്കറി. ഇനി കഴിക്കട്ടെ. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചെന്നൈയിൽ നമ്മളിപ്പോൾ ഇവിടെയാണ്. ഞങ്ങൾ മധ്യപ്രദേശും തെലുങ്കാനയൊക്കെ കടന്നെത്തി. ഭോപ്പാലും പഞ്ചാബ് ഡൽഹിന്ന് ഈസിയാണ്. അതാ പറഞ്ഞത്. പോയാലോ? ഡൽഹി ചെറിയ സ്ഥലമാണല്ലേ. ഡൽഹി കണ്ടില്ലേ പൊല്യൂഷൻ? അയ്യോ, ഇപ്പോഴും ഞങ്ങൾ ആ റൂമിന്റെ പരിസരത്ത് തന്നെയാണ്. എവിടെയും മാസ്ക് ഇല്ല, ശ്രദ്ധിക്കണ്ടേ ഇതൊക്കെ. ഏതോ കാലത്ത് പോക്കറ്റിൽ വെച്ചൊരു മാസ്ക് ഇപ്പൊ കൈ ഇട്ടപ്പോ കിട്ടി. അതിന്റെ അഹങ്കാരമാണ്. കയ്യിൽ നമുക്ക് രൂപ കിട്ടി. 100 രൂപയാണ് 4 പേർക്ക് പോവാൻ ഇന്ത്യ ഗേറ്റ് വരെ. ഊബറിന് 180 എന്തോ. മെട്രോ ആണെങ്കിൽ കുറേ കറങ്ങിയേ പോകത്തുള്ളൂ. അപ്പം ഞങ്ങൾ ബെസ്റ്റ് ഓപ്ഷൻ നോക്കി. ഞാൻ അവിടെ ചെന്നിട്ട് കാണാം. അതിൻ്റെ സാഹസികമായ റൈഡിന് ശേഷം നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ രൂക്ഷമായ വെയിലൊന്നുമില്ല കേട്ടോ. ചെറിയൊരു വെയിലേ ഉള്ളൂ, സഹിക്കാവുന്നൊരു വെയിലുള്ളൂ. സമയം ഒരു 12 മണിയൊക്കെ ആയി. പക്ഷെ ഇപ്പോഴും ഇവിടെ 8:30 ഒരു ഫീലാണ്. ഫൈനലി നമ്മൾ ഇന്ത്യ ഗേറ്റിലെത്തിയിരിക്കുന്നു.
വെയിലുണ്ട് കേട്ടോ കുറച്ച്. അത്യാവശ്യം തിരക്കുണ്ട്. ഡൽഹിക്ക് വരുമ്പോ, അതായത് ഇങ്ങോട്ട് നോക്കി പറയല്ലേ, സൗണ്ട് കേൾക്കത്തില്ല. ഡൽഹിക്ക് വരുന്നതിന് മുന്നേ കുറെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി. ഏത് കപ്പിൾസിനും, അതായത് ഫാമിലിയായിട്ട് എങ്ങനെയാണെങ്കിൽ വരാം. കുറച്ച് സൗണ്ടി പറഞ്ഞു സിനാജ്. കുറച്ച് ഐഡിയ ഉണ്ടായാൽ മതി. അതായത് ഇവിടെ വന്നാൽ കിട്ടണോ. അതായത് ഷിനാജ് ഉദ്ദേശിച്ചത് വരുന്നതിന് മുമ്പ് ഷിനാജ് വിചാരിച്ചിരുന്നത് ഇത് അത്ര സേഫ് അല്ല, പിന്നെ പെണ്ണുങ്ങളെയും കൊണ്ട് പോകുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ ഒരു കുഴപ്പമൊന്നും തോന്നിയില്ല. ഞങ്ങൾ കൂടുതൽ ഉള്ള ഏരിയയിൽ കൂടെ ഒന്നും അങ്ങനെ പോയില്ല, അതായിരിക്കാം. ടൂറിസ്റ്റ് പ്ലേസ് മാത്രമല്ല നമ്മൾ, എന്നാലും നമുക്ക് ഇവിടെ വരാനും അത്യാവശ്യം കാണാനും പറ്റി. ഗ്രേറ്റ്ഫുൾ. ഒരു വൺ ടൈം എന്തായാലും വന്ന് കാണണം. ഇതൊക്കെ കാണുമ്പോൾ എന്താ രോമാഞ്ചിഫിക്കേഷൻ. വെറും വീഡിയോയിൽ കൂടെയും ഫോട്ടോയിൽ കൂടെയും. ഇന്ത്യ ഗേറ്റ് മതിലില്ലല്ലോ, മതിലില്ല. നല്ല തിരക്കാണ്. ഞങ്ങൾ ആരും അങ്ങനെ ഉണ്ടാകത്തില്ലെന്ന് വിചാരിച്ചെന്ന്. തിങ്കളാഴ്ചയല്ലേ, പക്ഷേ നല്ല തിരക്കുണ്ട്. ഒരു ഫോട്ടോ എടുത്താലും കുറേ ആൾക്കാർ ബാക്കിൽ സൈഡിലൊക്കെ കാണും. തണലുള്ള സ്ഥലത്തെത്തി. ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ നടന്നങ്ങോട്ട് കുറേ ചുറ്റിക്കാണാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഉള്ളൊരു സംഭവമാണിത്. ഈ കൊടുത്തിരിക്കുന്നതൊക്കെ ഓരോരോ പട്ടാളക്കാരുടെ പേരാണ് കേട്ടോ. അതായത് ഈ യുദ്ധത്തിന് പോയിട്ട് വീരമൃത്യു അണഞ്ഞ ഓരോ പട്ടാളക്കാരുടെ പേര്. ഇന്ത്യ ഗേറ്റ് പോകുവാണെങ്കിൽ എന്തായാലും ഇത് മസ്റ്റ് വിസിറ്റ് ആണ്. കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്, പക്ഷെ മടി പിടിച്ച് നിൽക്കരുത്, പോയി എന്തായാലും കാണണം. ഈ ഒരു ഭാഗത്ത് എത്തിയാൽ വേറൊരു ഫീലായിരിക്കും കേട്ടോ. എപ്പോഴും അതായത് ഈ ദേശീയഗാനം ഉണ്ടല്ലോ, അതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പ്ലേ ചെയ്തുകൊണ്ടേ ഇരിക്കും ഇവിടെ. പിന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡ്യൂട്ടി മാറുന്ന ആ ഒരു സംഭവമാണ് കേട്ടോ. കുറേ മണിക്കൂറോളം ഇങ്ങനെ തന്നെ നിൽക്കണം. അപ്പോൾ അടുത്ത ആൾ ഇതേ ഡ്യൂട്ടിക്ക് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ നടന്നു പോവുകയാണ്. സുഭാഷ് ചന്ദ്രബോസ്. വെറുതെ ഇതിലമ്പൊരു തേരാ പാര നടക്കുകയാണ് ഞങ്ങൾ. നമുക്ക് സേഫ്റ്റിക്ക് തൊപ്പിയുണ്ട് ഗൈസ്. എനിക്ക് തൊപ്പിയില്ല, ഇനി വാങ്ങിക്കണം. പക്ഷെ ഇനി വാങ്ങിച്ചിട്ടും കാര്യമില്ല, ഉച്ച കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വെയിലില്ലല്ലോ. പിന്നെ തണുപ്പുണ്ട്. ഗേറ്റിൻ്റെ ഒരു സൈഡിലുള്ള മാർക്കറ്റാണ് കേട്ടോ. പക്ഷെ എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട്. ഒരു സാരിക്കൊക്കെ 15,000 പറയുന്നത്. നല്ല രസമുണ്ടല്ലേ. കൂടുതൽ ഹാൻഡ് മെയ്ഡാണ്, അതാണ് കുറച്ച് റേറ്റ്. എല്ലാ സാധനങ്ങളും ഓൾമോസ്റ്റ് ഹാൻഡ് മെയ്ഡാണ്. ഗ്രസൻ കിബ ഓലി. അങ്ങനെ സ്റ്റെപ്പ് കയറുക, അങ്ങോട്ട് പോകുക, അവിടെയാണ് സംഭവം. ഡൽഹിയിൽ വരുന്നവർ മസ്റ്റായിട്ടും കാണേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇത്. ഭയങ്കര അടിപൊളിയാണ് ഇവിടെ വന്നിരുന്നാൽ. എന്താ ഒരു സമാധാന ഫീലാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ. നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. ഞങ്ങൾ തിരഞ്ഞ് കണ്ടുപിടിച്ച് വന്നതാണ്. ഒരുപാട് ദൂരമൊന്നും ഇല്ല, ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ അവിടെ നിന്ന് കുറച്ച് വരാനേ ഉള്ളൂ. നല്ല കുറേ ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാം. അതേപോലെ തന്നെ ഒരുപാട് സിനിമയിൽ ഈ ഒരു സ്ഥലം കാണിക്കുന്നുണ്ട്. ഇതാണ് രാഷ്ട്രഭവൻ. നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റത്തില്ല, ടിക്കറ്റ് വേണമെന്ന് തോന്നുന്നു. അത് ചോദിക്കാൻ ജിനാജ് പോയിട്ടുണ്ട്. ഇങ്ങോട്ടാ പോയത്? പോകുന്നത് ഇതേ പോണ. എനിക്ക് തോന്നുന്നില്ല കിട്ടുമെന്ന്. ഇപ്പൊ ഒന്നാമത് ഇവിടെ ബ്ലാസ്റ്റ് ഒക്കെ നടന്നത് കൊണ്ട് എന്തോ കാര്യമായിട്ട് ചോദിക്കുന്നുണ്ട്. ഹിന്ദി അറിയാവുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമുക്ക് ഹിന്ദി നെഹി മാലുമാണ്. छुट्टी है, मंडे छुट्टी है ना, नहीं मिलेगा। अच्छा, यहीं से मिलता है टिकट? टिकट कैसे मिलता है? मिलता है, आज छुट्टी है। अच्छा, എന്ത് ചുട്ടി? इतना होती है ना। मेट्रो स्टेशन पे रुको है। എന്തിന്? अब क्या करो बताओ? ये मेट्रो स्टेशन का जाएगा। मेट्रो पे छोड़ दूं? मेट्रो ഇതൊന്നൊരു വീഡിയോ പോലും എടുക്കാൻ പറ്റത്തില്ല ചോദിച്ചാ. വീഡിയോ എടുക്കണ്ട, ഉള്ളിൽ കയറുന്ന ഈസിലൊക്കെ അറിയാതെ എടുക്കാൻ എന്തെങ്കിലുമൊക്കെ. എവിടെ പോകുമ്പോ അവിടുന്ന്
നോക്കട്ടെ ഗൈസ്, കാണാൻ പറ്റുമോ? ഗൈസ് അതാണ് നമ്മളിപ്പം മെട്രോ കയറാൻ പോവാണ്. ഇവിടെ ഭയങ്കര ഇതാണ് കേട്ടോ, ഫുള്ള് പട്ടാളക്കാരും പോലീസാണ് എവിടെ നോക്കിയാലും. ഇന്നലെ എൻ്റെ ബാഗ് ഞാൻ അവിടെ ഇട്ടിട്ട് ആകെപ്പെട്ട് ഗൈസ്. ഇവരാണെങ്കിൽ വലിയ ക്യൂവില്, ഞങ്ങൾ പെട്ടെന്ന് കയറിയും. ഇയാൾ വിളിച്ചിട്ട് പവർ ബാങ്ക് ഉണ്ടായിരുന്നു എൻ്റെ ബാഗിൽ. ഞാൻ പറഞ്ഞ് എടുത്ത് കാണിച്ചപ്പം നോക്കിയിട്ട് തന്നു. അയ്യോ ഇല്ല, ഇന്ന് കുഴപ്പമില്ല. അവിടെ മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, വേറെ എവിടെ അങ്ങനെ പവർ ബാങ്ക് പിടിച്ചിട്ടില്ല. കണ്ടതിൽ കുറച്ച് ഹൈജീൻ തോന്നിയ ഈ ഒരു കടയിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. കോൾഡ് കോഫിയും സാൻഡ്വിച്ചും. അപ്പുറത്ത് പോയി വെജാണ് കേട്ടോ സാൻഡ്വിച്ച്, ചിക്കനും ബീഫൊന്നും അല്ല. ഇവിടെ പുറത്തോട്ട് ഇറങ്ങിയാൽ ഏകദേശം കടകളൊക്കെ കണക്കാണ് കേട്ടോ, ഹോട്ടലൊക്കെ വൃത്തിയുടെ കാര്യത്തിൽ. ഞങ്ങൾ പിന്നെ വിശ്വസിച്ച് ധൈര്യത്തോടെ കഴിക്കുന്നത് ഈ മെട്രോ സ്റ്റേഷനിൽ നിന്നാണ്. മെട്രോ സ്റ്റേഷനിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഇങ്ങനെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ നോക്കിയിട്ട് അങ്ങനെ വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഒരു കോൾഡ് കോഫിയും ഒരു സാൻഡ്വിച്ചുമാണ് ഞങ്ങൾ വാങ്ങിച്ചത്. എങ്ങനെ ഉണ്ട്, കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ വീണ്ടും വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ റേറ്റ് കുറച്ച് കൂടുതലാണ് ഇവിടെ നിന്ന് കഴിക്കുമ്പോഴത്തേക്കും. ഞങ്ങൾ ഈ കഴിച്ചത് തന്നെ കഴിച്ചുള്ളൂ, വേറെ ഞങ്ങൾ വാങ്ങാനും നിന്നില്ല. കോൾഡ് കോഫി ലാർജ് ആയിരുന്നു വാങ്ങിച്ചത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് കുടിച്ച്, സാൻഡ്വിച്ച് ആണെങ്കിലും രണ്ടുപേരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ച്. മറ്റവരും അതുപോലെ തന്നെ ആയിരുന്നു, അവർ ലോഡഡ് ഫ്രൈസും വേറെ എന്തോ ആണ് വാങ്ങിച്ചത്. രണ്ടുപേരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കുമായിരുന്നു. ഇത് ഞങ്ങളുടെ ഉച്ചക്കത്തെ ലഞ്ചാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടില്ലേ, ലഞ്ച് നമ്മൾ ഏതെങ്കിലും മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ കഴിക്കും. കാരണം നമ്മൾ അപ്പൂസ് ഹോട്ടൽ വരെ പോകണമെങ്കിൽ കുറച്ച് ലോങ് ആണ് ഇവിടുന്ന്, അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഞങ്ങൾക്ക് എല്ലാവർക്കും മെട്രോയിൽ കയറിയിട്ട് ഇടക്കിടക്ക് വെച്ച സീറ്റ് കിട്ടി കേട്ടോ ഇരിക്കാൻ. ഇവക്കാണ് കിട്ടാത്തത്, ഇവിടെ ഞങ്ങളിവിടെ പിടിച്ചിരുത്തി. നമ്മളിപ്പം ജമാ മസ്ജിദിൻ്റെ അവിടെ എത്തി. പിന്നെ ചാന്ദിനി ചൗക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ട്രീറ്റ് ഷോപ്പിംഗ് ഉണ്ട്, അങ്ങോട്ടാണ് പോണത്. എൻ്റെ ഫോൺ ഞാൻ ബാഗിൽ ഇട്ടേക്കോട്ടെ, ഇവിടെ ഫോണൊന്നും അത്ര സേഫ് അല്ല. അപ്പോൾ ഇത് എൻ്റെ പഴയ ഫോണാണ്. ഇതിൽ കിട്ടുന്ന കുറച്ച് ക്ലിപ്പ് എടുക്കും, എല്ലാം ഒന്നും കാണിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, കാരണം ഇവിടെ ഒട്ടും സേഫ് അല്ല നമുക്ക് ഫോണും അങ്ങനത്തെ കാര്യങ്ങളൊന്നും. ഞാൻ ജാക്കറ്റ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ എൻ്റെ ബാഗ് ഒളിപ്പിച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മൾ പോട്ടെ. ഇതാണ് ആ മാർക്കറ്റ്, ഭയങ്കര തിരക്കുണ്ട്. തിങ്കളാഴ്ചയാണ്, എന്നിട്ടും ഉണ്ട്. എയർപോർട്ടൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ, ചീപ്പ് റേറ്റിൽ കിട്ടും. ഞങ്ങൾ പോട്ടെ. ആണ് ജമാ മസ്ജിദ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കുറെ റീൽസ് ഒക്കെ കണ്ടിട്ടില്ലേ, ആ സ്ഥലമാണ്. അയ്യോ എന്തൊരു തിരക്കാ. ചെരുപ്പ് ഊരിയിട്ടാണ് അകത്ത് കയറേണ്ട, നല്ല തണുപ്പുണ്ട്. ഇവിടെ സൺഡേ മൺഡേ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഏത് ദിവസം വന്നാലും ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. റീൽസിൽ കൂടെ മാത്രമേ ഞാൻ ഈ ഒരു സംഭവം കണ്ടിട്ടുള്ളൂ കേട്ടോ, അങ്ങനെ അതും നേരിട്ട് കണ്ട്. പിന്നെ ഇവിടുത്തെ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല ചീപ്പ് റേറ്റിൽ കുറേ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇതാ പള്ളിയുടെ ഫ്രണ്ടിൽ ഉളു എടുക്കാനുള്ള ഹൗളാണ് കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ട് ഇതിൻ്റെ ചുറ്റിനും മാറിയിരിക്കുന്ന കണ്ടില്ലേ. ഏതോ ഒരു മദാമ വന്ന് എല്ലാവരും കൂടെ റാഞ്ചി അതിനെ ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണിത്, കണ്ടില്ലേ. ജസ്റ്റ് ആ ജമാ മസ്ജിദിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ കുറച്ച് നേരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് പിന്നെ നമ്മളതേ മാർക്കറ്റിന് അങ്ങോട്ട് പോവുകയാണ്. പള്ളി കണ്ടിറങ്ങിയിട്ട് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാം. കാര്യമായിട്ടൊന്നും വാങ്ങിക്കത്തില്ല, കാരണം ഇതൊക്കെ കൊണ്ടുപോകണ്ടേ അങ്ങോട്ട്, റിസ്ക് ആയിരിക്കും. അതുകൊണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങും. ഷൂ കെട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വീഡിയോസൊന്നും ഞാൻ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ, കാരണം എനിക്ക് ഫോൺ എടുത്ത് ഇങ്ങനെ വീഡിയോ എടുക്കാനൊരു പേടിയായിരുന്നു. നമ്മൾ വീഡിയോ എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ആരെങ്കിലും തട്ടിപ്പറിച്ചിട്ട് ഓടിപ്പോണത്. പക്ഷെ വലിയ കുഴപ്പമില്ല, അവിടെ ഇവിടെയും തിരക്കില്ലാത്ത സ്ഥലത്ത് എത്തുമ്പോൾ ഞാൻ അങ്ങനെ ചെറുതായിട്ട് വീഡിയോ എടുത്ത്. നമ്മൾ മെട്രോ കയറി ബാക്കിലാണ്, ഏറ്റവും ബാക്കിലാണ്. ഭയങ്കര സ്പീഡാണ് ഇത് പോകണം, നോക്കട്ടെ. കുറേ പേരെ വ്ളോഗിന് മാത്രം കണ്ടിട്ടുള്ള എന്താ ഇത് ഫോണ്. സരോജിനി മാർക്കറ്റിലാണ് കേട്ടോ, പക്ഷെ ഇവിടെ ഓൾമോസ്റ്റ് കടയൊക്കെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മാർക്കറ്റിന്റെ എൻട്രി ഇത് അവിടെയാണ്. ഞങ്ങൾ പോകട്ടെ, എന്തെങ്കിലും കിട്ടുക നോക്കട്ടെ. മറ്റേ മാർക്കറ്റിനെ കാട്ടി ഡ്രസ്സിനൊക്കെ നല്ല റേറ്റ് കുറവ് കേട്ടോ, കുറേ സാധനങ്ങളുണ്ട്. ഡ്രസ്സിന്റെ നല്ല കളക്ഷൻ ഉണ്ട്. ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ഈ ഗ്ലൗസും തൊപ്പിയൊക്കെ, അത് ഇപ്പോഴാണ് കിട്ടിയത്. ഡാമേജ് ഉണ്ടാകും നോക്കും. തൊപ്പിക്ക് 150 ഒന്നിന്, ഗ്ലൗസിനും ഒരു ജോഡിക്ക് 150. കുറേ ഞങ്ങൾ കടയിൽ നോക്കി, എല്ലായിടത്തും ഈ വിലയാണ്. പിന്നെ പ്രത്യേക ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഫിക്സഡ് പ്രൈസ്, അതുകൊണ്ട് നമുക്ക് ബാർഗെയിൻ ചെയ്യാനും പറ്റത്തില്ല. എന്താ
സരോജിനി മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. വീഡിയോയുടെ അവസാനം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വാപ്പിയുടെ കസിൻ ബ്രദറാണ്. ആൾ പോലീസായിട്ട് വർക്ക് ചെയ്യുവാണ് കേട്ടോ ഇവിടെ ഡൽഹി. ഈ ബ്രദറിൻ്റെ ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. അപ്പം ഇവർക്ക് തന്നെ സരോജിനിയിലും, അതായത് സരോജിനിയിലേക്ക് എത്തുന്നതിന് മുമ്പ് INA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോപ്പ് ഉണ്ട്, അവിടെയും ഉണ്ട് കട. അപ്പൂസ് ഹോട്ടൽ എന്ന് തന്നെയാണ് അവിടുത്തെയും പേര്. കേരള ഫുഡ് സെയിം, അവിടുത്തെ പോലെ തന്നെ ഇവിടെയും ഫുഡൊക്കെ സെയിം ആണ് കിട്ടുന്നത്. ഫുഡിൻ്റെ കാര്യത്തിൽ അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു പേടിയില്ല, നല്ല വയറ് നിറച്ച് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ നാട്ടിൽ പോലത്തെ ഫുഡ് നല്ല വൃത്തിയിൽ കിട്ടിയതുകൊണ്ട്. ഡൽഹിയിൽ വരുന്നവരുണ്ടെങ്കിൽ നല്ല ഫുഡൊക്കെ വേണമെന്നുള്ളവർ ഇവിടെ വന്ന് എന്തായാലും ധൈര്യമായിട്ട് കഴിച്ചു. അപ്പം ഞാനിപ്പോൾ അവൻ്റെ പാത്രത്തിൽ നിന്ന് എടുക്കുന്നത് ലെഗ് പീസാണ്. അവന് ലെഗ് പീസ് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ എടുത്തിട്ട് എൻ്റെ പാത്രത്തിൽ ഒരു പീസ് അവന് കൊടുത്ത്. അപ്പം മറക്കണ്ട, ഇവർക്ക് കേരള ഹോട്ടലുള്ളത് ഒന്ന് INAയിലും പിന്നെ ആശ്രം മെട്രോ സ്റ്റേഷനാണ്, ഗേറ്റ് നമ്പർ 2 വാങ്ങിച്ചേട്ടെ. ഈ ബാഗ് 400 രൂപക്ക് എന്താണ് കിട്ടിയത്. ഞങ്ങളിനി മെട്രോ കയറി റൂമിൽ പോകണം. ഇവിടുന്ന് ഡയറക്റ്റ് മെട്രോ കിട്ടും. മെട്രോൻ്റെ തൊട്ടടുത്താട്ടാ ആ അപ്പൂസ് ഹോട്ടൽ. സരോജിനി വരുന്നവരെന്തായാലും അവിടെ പോയി ഫുഡ് കഴിച്ചു. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ ഫുഡ് കിട്ടും. ഇവര് സരോജിനി മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളാണ് കേട്ടോ. ഇതെന്താ നിവർത്തി? അത് ഞാൻ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞു. എടി ഒന്ന് നിവർത്തി കാണിക്ക്. ഇതാണ് നീ വീട്ടിലിടാൻ വാങ്ങിച്ച പാൻറ്. ഇത് എത്ര? 100 അല്ലേ? 50? 2 100 അല്ലേ? കഴുകിട്ടിട്ടാ മതി എന്തായാലും. ചെരുപ്പ്, ഇവന്റെ ഉമ്മാക്ക് ചെരുപ്പ്. ഈ ചെരുപ്പ് നിങ്ങൾക്ക് എത്രയൊക്കെ കിട്ടിയ? പിന്നെ ഇതൊരു പെർഫ്യൂം, ഡേറ്റ് കഴിഞ്ഞതാണെന്നൊന്നും അറിയത്തില്ല. 100 രൂപക്കാണ് കിട്ടിയത്. ഗുച്ചി പ്രോ പെർഫ്യൂം, ലോക്കലാണ്, ഡ്യൂപ്ലിക്കേറ്റ്. പിന്നെ ഈ ടീഷർട്ട്, ഇത് പെരയിലിടാനല്ലേ. പിന്നെ ഈ ടീഷർട്ട് ഇതിനൊക്കെ എത്രയായി? എടി ഇത് കീറിയിരിക്കുന്നല്ലോ ടീഷർട്ട്. കണ്ടില്ലേ? ഇത് കണ്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ കുറച്ച് തന്നേനെ അവര്. അഡ്ജസ്റ്റ് ചെയ്തോളാന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എത്രക്കാന്ന് പറ? ഒന്നിനാ? ഇതെന്താ ഈ പാൻ്റെ ആർക്കാ? ഇവരാണ് കേട്ടോ ശരിക്കും ഷോപ്പ് ചെയ്തത്. ഞാൻ പിന്നെ ഡ്രസ്സിലോട്ടൊന്നും വലിയ ഇൻട്രസ്റ്റ് കാണിച്ചില്ല, കാരണം എനിക്ക് ട്രയൽ ചെയ്യാതെ എടുക്കാൻ പറ്റത്തില്ല. ഗ്ലൗസ്, ഓ ജാക്കറ്റിന്റെ പാക്കിംഗ് ഒക്കെ നോക്ക്. ഇത് കൊള്ളാം. ഇതൊരെണ്ണം, ഇത് 2. ഇതെന്താ? നമ്മളത് അവിടെ ചെന്നിട്ട് കാണിക്കാം റൂമില്. ഇപ്പൊ ഇവരത് കാണട്ടെ. 100 രൂപ 100 രൂപയുടെ ചെരുപ്പ് കഴിഞ്ഞ. ഇതാർക്ക 2 വാച്ച് തുറന്ന് കാണിക്ക്. പിന്നെ ഇതേപോലത്തെ ഒരു ബാഗ് കേട്ടാ. ഇത് എത്രയായിരുന്നു? 50 അല്ലേ? 2 50 എന്നാണല്ലോ പറഞ്ഞേ. 100. പിന്നെ അതേ ഒരു വാച്ച് നിവർത്ത് ഫ്രണ്ട്. ഇതെന്താ തല തിരിച്ചു പിടിച്ചേക്കുന്നത്? ഹുഡിക്ക് എത്ര? കൊള്ളാം കേട്ടാ. ഇത് എത്ര? അത് 100. എവിടെ? അത് 100. ഇത് 100. ഇതോ? ഇത് 100. ഇതെന്താ വാച്ച് കച്ചവടം നടക്കാൻ പോണ? ഇതൊന്നും അറിയില്ല. ഇതെന്താ ഇതിന് മാത്രം വാച്ച്? ആർക്കെങ്കിലും കൊടുക്കാനാണ്? ഇതൊക്കെ ലാഭട്ടോ 100 രൂപയ്ക്ക് ഇങ്ങനത്തെ വാച്ചൊക്കെ. പിന്നെ ഇത് ചെയിൻ വാച്ചൊക്കെ ഒരു 100. ഇതിന് എത്ര മേക്കപ്പ് ബോക്സ്? ഒരു വാച്ച് കൂടി ഉണ്ടാണല്ലോ. ഇതൊക്കെ ലാഭട്ടോ. മേക്കപ്പ് ബോക്സ് ഒക്കെ 100. നിങ്ങൾ കലവില് വെക്കല്ലേ ഷിനാജി? ഒന്ന് പറയട്ടെ. മേക്കപ്പ് ബോക്സ് ഒക്കെ 100. വാച്ചിന്റെ ഒരു കട തന്നെ ഇവന് തുടങ്ങാം. അത്രയും വാച്ച് ഉണ്ട്. ഒരു വാച്ച് കൂടി ഉണ്ടായിരുന്നു. നാട്ടിൽ പോയിട്ട് വാച്ചിന്റെ കട തുടങ്ങാൻ എല്ലാരും സഹകരിക്കുക. ഓൺലൈൻ ഷോപ്പ് ചെയ്യാനുള്ള നമ്പർ ഞങ്ങൾ കൊടുക്കും. ഒരു വാച്ച് കൂടി വാങ്ങി. നമ്മള് സരോജിനി മാർക്കറ്റിൽ ഒരു വാച്ച് വാങ്ങി. ഇതിന്റെ ഇടക്കുവല്ലോ ഉണ്ടാ നോക്ക്. ഒരു ലോഡ് വാച്ച് വാങ്ങിച്ചത് ഗൈസ്. ഒരെണ്ണം മിസ്സിങ്. അതിന്റെ ടെൻഷന്റെ 2 പേര് തപ്പിട്ട് കാര്യമില്ല. പൊയ്ക്കാം. ഇത്രയും സാധനങ്ങളാട്ടാ നമ്മൾ വാങ്ങിച്ചതിനെ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഒരു ചെരുപ്പ് കേട്ടാ. ഇത് മൂത്ത നാത്തൂന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. കിട്ടുന്നില്ലല്ലോ. ഇതിന് 200 കേട്ടോ റേറ്റ്. ഈ ഒരു ചെരുപ്പാണ് കേട്ടോ. ഇത് നടുക്കത്തെ നാത്തൂന് വേണ്ടി വാങ്ങിച്ചേട്ടാ. ചെറിയതിന് ഉള്ളതിൽ നല്ല നോക്കിയിട്ടാണ് ഞങ്ങൾ എടുത്തത്. എനിക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ അടുത്തത് പച്ചയുടെ തന്നെ കളർ ചേഞ്ച് ആണേ, കറുപ്പ്. ഇതെൻ്റെ ഉമ്മാക്ക് വാങ്ങിച്ചതാണ്. നേരിട്ടാണ് ഇതിലും ഭംഗിയുണ്ട് കേട്ടോ. ഇതിനൊക്കെ 200. ഇനി അടുത്തത് എടുക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ഫോൺ ഓഫായി പോയിട്ട് അതാണ് പിന്നെ കട്ടായി പോയത്. പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഈ ഒരു സാധനമാണ്. ഇതിന് 250.
അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട്, നല്ല സുഖമുള്ള മെറ്റീരിയലാണ്. ഇതെനിക്കും ഷിനാജിനും യൂസ് ചെയ്യാമല്ലോ, അപ്പോൾ അങ്ങനെ ഒരെണ്ണേ വാങ്ങിച്ചുള്ളൂ. പിന്നെ ഷിനാജ് എന്ത് സാധനം എടുത്താലും അത്രക്കും ചെക്ക് ചെയ്തിട്ടാട്ടോ എടുക്കുന്നത്. ഇതിപ്പോൾ സ്ട്രീറ്റ് ആണെങ്കിൽ പോലും നമുക്കറിയാലോ എത്ര ക്വാളിറ്റി ഉണ്ടാവുമെന്ന്, എന്നാലും പരമാവധി നോക്കിയിട്ടാണ് ആൾ എടുക്കുന്നത്. അപ്പം ഇത് പിന്നെ ഈ ഒരു ചെരുപ്പാണേ, ഇത് ഉമ്മാക്ക് വാങ്ങിച്ചാണ്. എല്ലാവർക്കും സെയിം പാറ്റേൺ ആണ് കേട്ടോ വാങ്ങിച്ചത്. ഇത് നല്ല രസമുണ്ട്. അപ്പം ഇതാണ് ഉമ്മാക്ക് വാങ്ങിച്ചത്. പിന്നെ മറ്റൊരു വാങ്ങിച്ച സെയിം സാധനം ഗുച്ചി ഫ്ലോറയുടെ ഒരു പെർഫ്യൂം, ഡ്യൂപ്ലിക്കേറ്റ് ആണ് സംഭവം. ഡേറ്റ് ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല, എക്സ്പയറി ഒന്നും. നമ്മൾ ഓട്ടോ കയറാൻ നിന്നപ്പോൾ ഇതും കൊണ്ട് വന്നതേ. സ്മെല്ല് നല്ല സ്മെല്ല് തോന്നി. 100 രൂപയുള്ളൂ ഇതിന്. അപ്പം അങ്ങനെ വാങ്ങിച്ചതാണ്. എനിക്ക് തോന്നുന്നു ഇതിൽ പച്ചവെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടെന്ന്. എന്തായാലും ഇരിക്കട്ടെ. പിന്നെ ഈ ചെരുപ്പിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ, ഇതിന് 150 ഉള്ളൂ കേട്ടോ. അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ, എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് തുന്നിയിട്ട് വേണം ഇടാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടും. അതെല്ലാ ചെരുപ്പ് നമ്മൾ വാങ്ങിച്ച ഫുള്ള് അങ്ങനെ വേണം ഇടാൻ. പിന്നെ കുറച്ച് ഇങ്ങനത്തെ ഐറ്റംസാണ്. അപ്പോൾ ക്ലിപ്പ് കാണിച്ചു തരാം. ഇത് ഒരു 4 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് 4 എണ്ണത്തിനും കൂടെ 130, അങ്ങനെയാണ് റേറ്റ് വന്ന്. ഒന്നിന് 30 രൂപ അങ്ങനെ. ഇത് സുനീറാക്കൊന്ന്, അമ്മൂനൊന്ന്, നിതാക്കൊന്ന് അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ എനിക്കൊന്ന്. പിന്നെ എൻ്റെ നാത്തുമാർ ഇങ്ങനത്തെ ക്ലിപ്പ് അങ്ങനെ യൂസ് ചെയ്യലില്ല, അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾക്ക് മാത്രം വാങ്ങിച്ചത്. അപ്പോൾ ഇത്രയും ക്ലിപ്പാണ്. അടുത്ത കുറച്ച് കമ്മലാണ്. ഇത് 4 എണ്ണം 100 രൂപ അങ്ങനെയാണ് വാങ്ങിച്ചത്. ഇതും അമ്മൂന് സുനീറാക്കുവാണ് കേട്ടോ. ഞാനിങ്ങനെ ഫാൻസി കമ്മൽ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല, പിന്നെ എൻ്റെ നാത്തുമാർ യൂസ് ചെയ്യാറില്ല. നിതായും അങ്ങനെ ഇട്ട് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് അമ്മൂന് സുനീറാക്കുവാണ് വാങ്ങിച്ചത്. പിന്നെ എൻ്റെ ഉമ്മയും ആരും യൂസ് ചെയ്യത്തില്ല കേട്ടോ. ഒരെണ്ണം ഇത് അമ്മൂനാണ്. അമ്മൂ ഇങ്ങനത്തെ ഹാങ്ങിങ്സ് ഒക്കെ ഇടും, ഇത് നല്ല രസമുണ്ട്. പിന്നെ ഒരെണ്ണം ഇതൊരു സ്റ്റഡ് കമ്മലാണ്. പിന്നെ ഇതൊരെണ്ണം. പിന്നെ ഇതും ഹാങ്ങിയുള്ളൊന്നും. ഇതെന്താ നേരെ നിൽക്കാത്തേ? ഇതൊരെണ്ണം. ഇത് നല്ല രസമുണ്ട്. ഇത്രയാണ് നമ്മൾ വാങ്ങിച്ചത്, വേറെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഒന്നാമത് നമ്മളിങ്ങനെ നടന്ന് എൻ്റെ പൊന്നോ നല്ല ടയേർഡായി ഞാൻ ഷിനാജും. കുറേ നടന്ന് ഞങ്ങൾ ഇന്ന് മാർക്കറ്റിൽ കൂടെ. നമുക്ക് ഒരുപാട് സാധനങ്ങൾ വേണേൽ വാങ്ങാം, നല്ല പൈസയും വേണം കയ്യിൽ. അഫോർഡബിളായിട്ട് കുറേ സാധനം കിട്ടും, എന്നാലും പൈസ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ സാധനങ്ങൾ നല്ല ലാഭത്തിലൊക്കെ വാങ്ങാൻ പറ്റും. അപ്പം ഇത്രയാണ് ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ അവസാനിക്കുവാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ, ചാർജ് ഫോണിൽ പെട്ടെന്ന് അങ്ങനെ തീരുമായിരുന്നു. പവർ ബാങ്ക് ഉണ്ടെങ്കിലും മാക്സിമം ഞാൻ അങ്ങനെ ഫോണ് വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് കൂടുതലും എടുത്തത്. പിന്നെ മാർക്കറ്റിലൊന്നും ഞാൻ കൂടുതലൊന്നും എടുത്തിട്ടില്ല, കാരണം ഫോണൊന്നും അങ്ങനെ പുറത്ത് ഇങ്ങനെ പബ്ലിക്കായിട്ട് കൊണ്ടു നടക്കുന്ന അത്ര സേഫ് അല്ല നമ്മളെ കയ്യിൽ, അതുകൊണ്ട് ബാഗിൽ തന്നെ ഇട്ടിരിക്കുമായിരുന്നു. പിന്നെ അവിടുത്തെ ഷോട്ടൊക്കെ എടുത്തത് എൻ്റെ പഴയ ഫോണുണ്ട്, അതിലാണ് കേട്ടോ. അത് ഈ ഫോണിൽ. ഇത് കൂടുതലും ഷിനാജിനെ കൊണ്ടാണ് ഞാൻ എടുപ്പിച്ചത് വീഡിയോ. അപ്പം ഇത്രയൊക്കെയുള്ള വീഡിയോ. എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാൻ. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം ഞാൻ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ കറങ്ങിയിട്ട് വരുമ്പോഴത്തേക്കും ആകെ ടയേർഡാവും, അപ്പോൾ ആ ക്ഷീണത്തിൽ അങ്ങനെ കിടന്നുറങ്ങിപ്പോവും. എന്നാലും ഞാൻ ഇന്നലെയൊക്കെ കുറേ നേരം ഇരുന്ന് വോയിസ് ഓവർ കൊടുത്തിട്ടാണ് കിടന്നത്. എന്തായാലും കൂടുതലും ഞാൻ പറഞ്ഞു വലിച്ചു നീട്ടുന്നില്ല, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഞങ്ങളിത് കിടന്നിട്ട് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഭയങ്കര തണുപ്പാണ് ഈ റൂമിൽ. ഞാൻ കിടുകിടാന്ന് വിറച്ചോണ്ടിരിക്കുക, ഷോക്സ് ഒക്കെ ഇട്ടിട്ടാണ് കിടന്നുറങ്ങുന്നത്. സോറി, എനിക്ക് തണുപ്പില്ല. നിങ്ങൾക്ക് പിന്നെ തണുപ്പൊരു പ്രശ്നമില്ലാത്ത ആളല്ലേ, പക്ഷെ എന്നെ കൊണ്ട് ചെറിയ തണുപ്പ് പോലും സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് വലിയ തണുപ്പായിട്ട് തോന്നണം കേട്ടോ. ഇനി മണാലിയിൽ പോയിട്ട് എന്താകുന്നൊരു ഐഡിയ ഇല്ല. എനിക്ക് ഇപ്പോഴേ ടെൻഷൻ തുടങ്ങി. ഞങ്ങൾ പുതപ്പൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ ഷിനാജിനോട് പറഞ്ഞാൽ മാർക്കറ്റിൽ നിന്നൊരു പുതപ്പ് വാങ്ങിക്കും. അപ്പം ഞാൻ ചീത്ത പറഞ്ഞ ഇതെല്ലാം കൂടെ കെട്ടിപ്പതിഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോകുന്നു ചോദിച്ചു. എന്തായാലും വീഡിയോ കണ്ടിട്ട് കിടന്നുറങ്ങട്ടെ. കമൻസ് ഒക്കെ നോക്കട്ടെ എല്ലാവരുടെയും.